ഹായ് ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ കിച്ചണിൽ തന്നെയുള്ള വെറും 3 ചേരുവകൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫേഷ്യൽ വീഡിയോ ആണ്. അതായത് വെറും 20 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ബ്രൈറ്റനിങ് ആവുന്ന ഫേസ്, നല്ല അടിപൊളി ഗ്ലോ ആവുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വാളംപുളിയാണ്. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടുള്ള വാളംപുളി തന്നെയാണ് കേട്ടോ. അത് നമുക്കൊരു ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ, ഒരു ചെറിയ ഉരുള പോലെ എടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് അരമണിക്കൂറൊന്ന് കുതിർക്കാനായിട്ട് വെക്കുക. അതിനുശേഷം ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഞെരടി പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതിൻ്റെ പൾപ്പ് മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യം. അപ്പോൾ ഇതുപോലെ ഒന്ന് പതിയെ ഞെരടി പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു പൾപ്പ് ഫുള്ളായിട്ടൊന്ന് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആ പൾപ്പ് മാത്രം മതി. നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ ഞെരടി അങ്ങനെ പിഴിഞ്ഞ് കിട്ടിയിട്ടുള്ള ഇത് വേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് യാതൊരു യൂസ്ഫുള്ളും അല്ല. അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റിയൊരു പറ്റെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചേറെ വാളംപുളി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും പുളിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്കൊരു ചെറിയ ഉരുള മതി കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്ത് വന്നപ്പോഴത്തേക്കും പൾപ്പ് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റും അതുകൊണ്ട് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതൊരു ശകലം മതി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മുടെ അരിപ്പൊടിയാണ്. അപ്പോൾ അത് നമുക്ക് അരിപ്പൊടി തന്നെ ചേർക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ അരിപ്പൊടി യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ നല്ല ബെറ്റർ റിസൾട്ടായിട്ട് തോന്നിയത്. സാധാരണ നമ്മൾ കടലമാവും അതുപോലെ എല്ലാം ഓപ്ഷനായിട്ട് പറയാറുണ്ട്, പക്ഷേ ഇതിൽ നമുക്ക് അരിപ്പൊടി തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. കാരണം നല്ല അടിപൊളി റിസൾട്ട് ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും നല്ല റിസൾട്ടായിട്ട് തോന്നിയത് അരിപ്പൊടി തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അരിപ്പൊടി തന്നെ, അതായത് ആ ഒരു തിക്നെസ് വരുന്ന രീതിയിൽ നമുക്കൊരു ഏകദേശം 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി തന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഫേസിലേക്കൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത റൈസ് പൗഡറും അതുപോലെ തന്നെ ആ ഒരു പുളിയുടെയൊക്കെ ഇത് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫേസിലേക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വെറൈറ്റിയുള്ള അടിപൊളി ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ നേരെ ഫേസിലേക്ക്, അത് കുറച്ചേറെ പിമ്പിൾസും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് പതിയെ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു റൈസ് പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളായിട്ട് പതിയെ 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടൊക്കെ കറുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ചുണ്ട് കുറച്ച് ഡാർക്ക് കളറാണ്, അപ്പം കറുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് പതിയെ ചുണ്ടിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല മസാജെല്ലാം നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. കാരണം നല്ല റിസൾട്ടാണ് കേട്ടോ, നല്ല അടിപൊളി റിസൾട്ടാണ്. വേറെ കെമിക്കലൊന്നും അല്ലല്ലോ, നമ്മുടെ നാച്ചുറലായിട്ട് 100% നാച്ചുറലായിട്ട് തന്നെയുള്ളതാണ്, നമ്മുടെ സ്വന്തം വീട്ടിലുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ നല്ല റിസൾട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഒരു കയ്യിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. കൈയുടെ ഇപ്പോഴത്തെ ഒരു കളർ കണ്ടില്ലേ, അപ്പോൾ അതിന് ശേഷമുള്ള കളർ നമുക്ക് നോക്കാം കേട്ടോ. എത്രമാത്രം ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിലൂടെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കയ്യിൽ ഞാൻ അതുപോലെ തന്നെ പതിയെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു. 1 മിനിറ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതായത് ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി, അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വലിയാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഫേസ് ഒന്ന് വാഷ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ലൈവ് റിസൾട്ട് കണ്ട് നിങ്ങൾ റെഡി ആയിട്ടിരുന്നു, കാരണം അത്രയ്ക്ക് അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രം ഫസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു റിസൾട്ട് എത്ര മാത്രമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ അതായിരിക്കും ഏറ്റവും കൂടുതൽ. നോക്കിക്കോ, അപ്പോൾ നമ്മുടെ ഫേസിന് ആ ഒരു റിസൾട്ട് കണ്ടില്ലേ, നല്ല അടിപൊളി നിറമായിട്ടുണ്ട്. അതായത് നന്നായിട്ട് ബ്രൈറ്റനിങ് ആയിട്ടുണ്ട്. നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ്നെസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നൊക്കെ ഇത് നമ്മൾ ഒരു തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതായിട്ട് അത് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറി ഫേസ് നല്ല അടിപൊളി ഗ്ലോ ആയിട്ട് മാറും കേട്ടോ. അതുപോലെ കുറച്ച് ഇരുണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് അത് നല്ല അടിപൊളി റിസൾട്ട് ഏൽക്കുന്ന, നമുക്ക് പ്രത്യേകിച്ച് അധികം ചിലവൊന്നുമില്ല. കാരണം നമ്മുടെ ഈ വീട്ടിൽ എപ്പോഴും തന്നെ എന്താണെങ്കിലും വാളംപുളിയും അതുപോലെ തന്നെ ഈ 3 സംഭവം മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ, അത്രയ്ക്ക് അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഫേസ് നല്ല അടിപൊളി ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട്, നല്ല അടിപൊളി ബ്രൈറ്റനിങ് ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക, ഒരുപാട് ഞാൻ ഇതുവരെ ചെയ്തതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഫേഷ്യലാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്, നമുക്ക് അധികം ചിലവും ഇല്ല, അതുപോലെ തന്നെ
വെറും 20 മിനിറ്റ് മാത്രമാണ് നമ്മളിതിനു വേണ്ടി ഇരുന്നത്. അപ്പോൾ അതേ എൻ്റെ കൈയും കൂടെ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പം ഞാൻ എൻ്റെ കൈയും കൂടെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. കൈയുടെ റിസൾട്ട് ഇതേ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. നേരത്തെ കാണിച്ചതെന്ന് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം നല്ല അടിപൊളി ഇത് ഫേസും അതുപോലെ തന്നെ 2 കവളൊക്കെ നല്ലൊരു തിളക്കം വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നു. ഇത് നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നല്ല അടിപൊളി ഒരു തിളക്കമായിട്ടുണ്ട് കേട്ടോ ഫേസ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാൻ. ടാറ്റ ബൈ ബൈ.